13 കൊല്ലമായി ഞാനൊരു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട്. ഞാൻ 13 കൊല്ലമായിട്ട് ഒരു പാർട്ടിയിലും ചേരാതെ നിൽക്കുമായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ അനുഭാവിയായിട്ട് തന്നെ തുടരുമായിരുന്നു. ആ സമയത്താണ് UDFൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് KPCCയുടെ നേതൃത്വം എന്നോട് അവരുമായിട്ട് സഹകരിക്കാമെന്നോ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നോട് ചോദിച്ചു. ഞാൻ ആ സമയത്ത് പറഞ്ഞത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആലോചിക്കാം. ആ സമയത്തല്ല, അതിനുശേഷമുള്ള ചർച്ചകളിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ വിഷയം പുറത്ത് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ പാലക്കാട് യാത്ര വന്നപ്പോൾ ആ യാത്രയിൽ വെച്ച് പത്രക്കാരുടെ ചോദ്യത്തിന് 3 or 4 തവണ അപ്പീൽ കൊടുത്തിട്ടും എന്തുകൊണ്ട് സുരേഷിനെ നിങ്ങൾ തിരിച്ചെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഏതൊരാളെയും പോലെ എന്നെയും വല്ലാതെ വേദനിപ്പിച്ചു. 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറച്ചിലും അദ്ദേഹത്തിൻ്റെ ആ പുച്ഛത്തോടെയുള്ള ചിരിയുമൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ വേദനയുണ്ടാക്കുന്ന ഹൃദയഭേദകമായിട്ടുള്ളൊരു വിഷയമായിരുന്നു. അതോടുകൂടി എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച പാർട്ടിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ CPMനോട് ഇനി അനുഭാവം പ്രകടിപ്പിക്കണോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചു. അങ്ങനെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിനുശേഷം കോൺഗ്രസ് ചേരാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വമല്ല എന്നോട് ആവശ്യപ്പെട്ടത്, ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. കാരണം ഇടതുപക്ഷ മൂല്യങ്ങൾ നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് പേരിൽ മാത്രമുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരുമായി 2 വിഭാഗമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ CPIM, പ്രത്യേകിച്ച് ഇടതുപക്ഷം. അതിൽ ഭരണത്തെ സ്നേഹിക്കുന്ന ആളുകൾ ന്യൂനപക്ഷമാണെങ്കിലും അവരാണിപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. ഇടതുപക്ഷ മൂല്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള അവസ്ഥയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ മതേതര കക്ഷിയായിട്ടുള്ള കോൺഗ്രസിനോടൊപ്പം ചേരാനാണ് ഞാൻ തീരുമാനിച്ചത്. ഈ മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണോ ഈ കോൺഗ്രസ്? ഒരിക്കലും ലീഡേഴ്സ് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ആരോടും വിളിച്ചു ചോദിച്ചോളൂ. എന്നോട് ആവശ്യപ്പെട്ടത് സുരേഷിന് എങ്ങനെയാണോ മത്സരിക്കാൻ സുരേഷ് ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, ആ നിലയ്ക്ക് മത്സരിക്കാമെന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, കൈപ്പത്തി ചിഹ്നം വന്നാൽ, കൈപ്പത്തി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്ന് താഴെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ എന്നോട് പറഞ്ഞിരുന്നു. അത് വാസ്തവമാണ്. പക്ഷെ താങ്കൾ പറഞ്ഞത് ഒരു പാർട്ടിയിലും ചേരില്ല, സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്നായിരുന്നു. ആ ഒരു നിലപാട് ഇപ്പോൾ മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയിലും ചേരില്ല എന്നുള്ള നിലപാട് ഞാൻ നേരത്തെ എടുത്ത നിലപാട് തന്നെയാണ്. അത് മാറ്റാനുള്ള കാരണം കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുറച്ചും കൂടി സൗകര്യമാണ്. അതിൽ ചേരുന്നത് എന്താ കുഴപ്പം? കോൺഗ്രസ് ചേരുന്നത് എന്താ കുഴപ്പം? വർഗീയതയ്ക്കെതിരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നയിക്കുന്ന ആരാ? CPM അല്ല. വർഗീയതയോട് സന്ധി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പകൽ പോലെ വെളിച്ചമാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ്സാണ് അതിശക്തമായി, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മതേതര കക്ഷിയായിട്ട്, ഏറ്റവും വലിയ മതേതര കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സാണ് പോരാടുന്നത്. ഇപ്പോൾ BJP മലമ്പുഴ ശക്തമാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഈ ഒരു സ്വതന്ത്ര ചിഹ്നമാണെങ്കിൽ ഈ BJPയിലേക്ക് പോകുന്നത് തടയുകൂടിയാണോ ഇതിൻ്റെ ഒരു ലക്ഷ്യം? അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന് മുമ്പത്തുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് എങ്ങനെയാണ് UDFന് കിട്ടിയത്? വടകരയിൽ എങ്ങനെ 1,19,000 വോട്ട് ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിച്ചത്? അവിടെ CPMൽ വിശ്വസിക്കുന്നവരും ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെ കൂട്ടമായി വോട്ട് ചെയ്തിട്ടാണ് കോൺഗ്രസ് ജയിച്ചത്. അപ്പോൾ കയ്യിൽ വോട്ട് ചെയ്യാൻ, കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല. അതിന് തെളിവാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. അതിൽ യാതൊരു സംശയമില്ല. അത് സ്വതന്ത്ര ചിഹ്നം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കൈച്ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യാൻ ആർക്കും ഒരു ഭയമോ പണ്ടത്തെ പോലെ ഒരു കയ്യുറപ്പോ ഇല്ല. VSന്റെ ഒരു ഫാക്ടർ, താങ്കൾ ഒരുപാട് നാൾ VSന്റെ സ്വന്തം സഹചാരിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രഭാകരനാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ VSന്റെ ഒരു ഫാക്ടർ ആ രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, VS എടുത്ത നിലപാടുകൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ്. ആ നിലപാട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇടതുപക്ഷത്തിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. VS എത്രത്തോളം വേദന അനുഭവിച്ചു ആ കാലത്തൊക്കെ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ 2ാം ടേം ഈ ഗവൺമെൻറ് വന്ന സമയത്ത് എത്രത്തോളം ഇടതുപക്ഷ വിരുദ്ധ നയങ്ങളാണ്, നിലപാടുകളാണ് ഈ ഗവൺമെൻറ് എടുത്തെന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. CPMലെ അന്തചിത്രം ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതാണ്. ഇപ്പോൾ സുരേഷ് വന്നു, PK ശശി വരുന്നു, G സുധാകരൻ, ഇപ്പോൾ TK ഗോവിന്ദൻ. അല്ല, നിങ്ങൾ ഈ പേര് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പേര് ഗോവിന്ദൻ സഖാവിൻ്റെയാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന സഖാവാണ്. ഏറ്റവും കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സഖാവാണ് ഗോവിന്ദൻ സഖാവ്. ആ ഗോവിന്ദൻ സഖാവ് ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഗോവിന്ദ മാഷ ഏരിയ കമ്മിറ്റിയിലുള്ളത്. ആലോചിക്കണം. അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സഖാവിൻ്റെ എത്രത്തോളം വേദനയോടുകൂടിയാണ് ആ സഖാവ് പടിയിറങ്ങിയെന്നുള്ളത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവും. സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ ഇതേവരെ നിങ്ങളുടെയൊക്കെ ചരിത്രത്തിൽ, എൻ്റെയൊക്കെ ചരിത്രത്തിൽ ഇത്രത്തോളം അന്ത്യചിത്രങ്ങളും ഇത്രത്തോളം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ.
ഏതായാലും ഇനി മെമ്പർഷിപ്പ് സ്വീകരിക്കും, ഉടൻ തന്നെ പ്രചാരണം. തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് സ്വീകരിക്കും. ഉടൻ തന്നെ പ്രചരണം തുടങ്ങാനാണ് ലീഡർഷിപ്പ് എന്നോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഉടൻ തന്നെ അംഗത്വം സ്വീകരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഇറങ്ങണമെന്ന് ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. ഈ സമയമില്ല, 20 ദിവസമുള്ളത് നമ്മുടെ മുമ്പിൽ. സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ ഇറങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.